ഹലോ. അലർജി ആയിട്ട് കിടക്കുക. നേരം വെളുത്തു 10 മണിയാവാറായി. വയ്യാണ്ട് ഇങ്ങനെ കിടക്കുക. Ciao, questo è finito. Where is my cookies? Dai, sbrigati, scusi. എനിക്കിഷ്ടപ്പെട്ട ഒരു കുക്കിയുണ്ട്. നട്ട്സ് ഒക്കെ പറയാം. ഇതിനകത്ത് ബ്ലൂബെറീസ്, റെഡ് ബെറീസ്, ആപ്പിൾ ആൻഡ് നട്ട്സ്. പിന്നെ എനിക്ക് തോന്നുന്നു ഓട്സാ തോന്നുന്നു. നല്ല ടേസ്റ്റാണ്. അലർജി ആയതുകൊണ്ട് ഫുൾ ടേസ്റ്റ് കിട്ടുന്നില്ല, എന്നാലും നല്ല ടേസ്റ്റാണ്. ഞാൻ കഴിഞ്ഞിട്ട് വരാം. എനിക്ക് തണുപ്പ് അലർജിയാണ്, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അലർജിയാണ്. അപ്പോൾ അലർജിയുടെ മെഡിസിൻ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ അതിൻ്റേതായ പ്രോബ്ലംസ് വരും. അപ്പോൾ എന്താ പറ്റി വെച്ചാൽ, ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എൻ്റെ അലർജി മെഡിസിൻസ് എല്ലാം കഴിഞ്ഞു, ഇവിടെ കിട്ടുന്നില്ല. അപ്പോൾ തൽക്കാലം വേറെ മെഡിസിൻസൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോഴത്തേക്കും എൻ്റെ സൗണ്ടൊക്കെ പോയി. അതുകൊണ്ട് വോയിസ്, എൻ്റെ കൈ ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ. നല്ലതായിട്ട് മൂവ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ഒരു 20 ദിവസം കൂടി ഇത് ഇട്ട് കഴിയുമ്പോൾ കൈ റെഡി ആവുമെന്നാണ് പറയുന്നത്. ഹോസ്പിറ്റലിൽ പോയിരുന്നു ഇന്നലെ. ഞാൻ ഹോസ്പിറ്റലിൽ പോവുക. ഓക്കെ, ഐ ആം റെക്കോർഡിങ് വീഡിയോ. ഹോസ്പിറ്റലിൽ പോവുക. ഇന്ന് എക്സ്റേ എടുക്കാൻ ചെല്ലാൻ പറഞ്ഞു. ഒരാഴ്ച കഴിയുമ്പോൾ ചെല്ലാൻ പറഞ്ഞു. ഇന്ന് 8 ദിവസമായി. അപ്പോൾ ഞാനും ജാക്കമ്മയും പപ്പയും കൂടി ഹോസ്പിറ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നല്ല ട്രാഫിക് ഉണ്ട്. എനിക്ക് നല്ല ജലദോഷമുണ്ട്. അവരിനി കൊറോണ എന്ന് പറഞ്ഞ് കേട്ടത്തില്ലേ എന്നറിയത്തില്ല. നല്ല ജലദോഷം, തൊണ്ടവേദന എല്ലാം ഉണ്ട്. ഇവിടെ സീസൺ മാറി, ഇപ്പം തണുപ്പ് തുടങ്ങി കഴിയുമ്പോൾ എനിക്ക് പല പല ബുദ്ധിമുട്ടുകളുണ്ട്. അതിൽ ഒരു ഭാഗം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. റോഡൊക്കെ കാണുന്നു. കാറുകളൊക്കെ നമ്മുടെ പോലെ തന്നെ, ട്രക്കുകളൊക്കെ പല ടൈപ്പ് ഒക്കെ ഉണ്ട്. ഞാൻ റെക്കോർഡ് ചെയ്യുന്ന കേൾക്കുന്നുണ്ടോ തന്നെ അറിയത്തില്ല. ഞാൻ മൈക്ക് വെച്ചിട്ടില്ല, സാധാ ഫോൺ വെച്ച് മാത്രമാണ് റെക്കോർഡ് ചെയ്യുന്നത്. എന്തൊക്കെയോ സൗണ്ട് കേൾക്കണം. ഹോസ്പിറ്റലിൽ എത്തിയിട്ട് കാണാം. ജാക്കമ്മ, I cannot see you. Guarda così. Okay, a little bit I can see you. ഹോസ്പിറ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ റീവിസിറ്റ് ആയതുകൊണ്ട് ഇന്ന് നോർമലി പേയ്മെൻറ്റ് ഉണ്ടാവേണ്ടതാണ്. എത്ര രൂപയാവും അറിയത്തില്ല. എന്തായാലും നോക്കാം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നറിയാം എല്ലാ കാര്യങ്ങളും. ഇതേ അത് ചാക്കുമോയ കൗണ്ടർ എത്തി. നോട്ട് ഹിയർ. വഴി തെറ്റിപ്പോയെന്ന് തോന്നുന്നു. നല്ല ഇരുണ്ട ആകാശം. വിൻ്റർ ആയി കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ വെട്ടം. വിൻ്റർ തുടങ്ങിയിട്ടില്ല, എന്നാലും വിൻ്റർ പോലെ ആയി. ഒടിഞ്ഞ കൈ കാണിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക നമ്മുടെ ടേണിന് വേണ്ടിയിട്ട്. നല്ല ബോറാണ്. അതിനിടയ്ക്ക് അലർജി കാരണം ബ്ലഡൊക്കെ മുക്കി വരുന്നുണ്ട്. അതൊക്കെ ടിഷ്യൂ പേപ്പർ വെച്ച് തുടയ്ക്കുന്നുണ്ട്. പിന്നെ അലർജിയുടെ മെഡിസിന് അവിടെ നിന്ന് ഇങ്ങോട്ട് അയക്കാൻ കുറച്ച് ലീഗൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ പുറകെ നടക്കാൻ വയ്യാത്ത കാരണം ഇവിടെയുള്ള പല മെഡിസിൻസ് മാറി യൂസ് ചെയ്ത് നോക്കുകയാണ്, പരീക്ഷണങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ സൗണ്ടിന് ചെറിയ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. തൊണ്ടവേദനയ്ക്ക് ആശ്വാസത്തിന് വേണ്ടി നമ്മുടെ നാട്ടിലെ ഏലാദിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുറേ ഉറങ്ങാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഏലാദിയാണ്. ഇന്ന് സിക്ക് ഡേ ആയതുകൊണ്ട് ഇങ്ങനെ വെറുതെ കട്ടിൽ തന്നെ ഫുൾ ടൈം കിടക്കുക. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ജാക്കോബായിട്ട് നിന്ന് കോഫി കുടിച്ചു. പിന്നെ ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ബാത്റൂം വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ കൈ കാണണോ? എൻ്റെ ഒടിഞ്ഞ കൈ സെറ്റായി വരുന്നുണ്ട്. അത് വലിയ പ്രശ്നമൊന്നുമില്ല. ഇന്ന് കുറച്ച് വെട്ടമുണ്ട് വെളിയിൽ, പക്ഷേ എന്നാലും
ഈ ക്യാമറയിൽ കാണുന്ന അത്രയും വെട്ടമില്ല, അത് ക്യാമറ ഓട്ടോ അഡ്ജസ്റ്റ് ആവുന്നതാണ്, ഇത്രയും വെട്ടമില്ല. ഇത് എക്സർസൈസാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. എനിക്ക് ഈ എക്സർസൈസ് ഡെയിലി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്ക് ടു മൈ ഫേസ്. എൻ്റെ മറ്റേ കണ്ണാടി പൊട്ടി, അപ്പോൾ വീണ്ടും ഞാൻ കളർഫുൾ കണ്ണാടിയിലേക്ക് തിരിച്ചു പോയി. എങ്ങനെ കണ്ണാടി പൊട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് താഴേക്ക് വീണു. മറ്റേത് ബാത്റൂമിൽ വെച്ചിട്ട് ഒറ്റ കൈ കൊണ്ടുള്ള പരിപാടി കാരണം എല്ലാ സാധനവും ഞാൻ പൊട്ടിക്കുന്നുണ്ട്. ചാക്കുമോ ഇടയ്ക്കിടയ്ക്ക് ഓരോ മണ്ടത്തരങ്ങൾ കാണിച്ച് കൈ എന്തോ പറ്റി വേദന കൊണ്ട് കരയുവാണ്. ഇന്ന് നമുക്ക് ലഞ്ച് ചാക്കുമ്മയുടെ പാരൻസിൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. പക്ഷേ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ പോകണില്ല. ഫാമിലി എല്ലാവരും ഉള്ളതുകൊണ്ട് ചാക്കുമ്മ പോവുകയാണ് ലഞ്ചിന്. ഞാനിവിടെ തന്നെ ഉണ്ട് റെസ്റ്റിംഗ്. ഞാൻ ഒരു യൂട്യൂബ് ചാനലെടുത്ത് ഓരോന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കുക വീഡിയോസ്. എനിക്ക് ഈ ഹോം ഡെക്കറേറ്റിംഗ് വീഡിയോസൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ടൈനി ഹോംസ്, ചെറിയ ചെറിയ വീട്. എൻ്റെ ഏറ്റവും വലിയ ഡ്രീം ഒരു ചെറിയ വീട്ടിൽ താമസിക്കണം, ഒരു 30 തൊട്ട് 40 സ്ക്വയർ മീറ്റർ മാക്സിമം വലിപ്പമുള്ളൊരു വീട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസിൻ്റെ ഇൻ്റർനെറ്റ് നോക്കി അങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കലാണ് എൻ്റെ മെയിൻ ഹോബീസ്. എൻ്റെ ഡ്രീമാണ് നാട്ടിൽ അതുപോലെ ഒരു കുഞ്ഞു വീട് പണിയണമെന്ന്. ഇത് ഈ കുട്ടി ബാൽക്കണി ഡെക്കറേഷനാണ്, അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ഇനി ലഞ്ച് വരെ ഞാനിങ്ങനെ കിടന്ന് TV കാണും, കമ്പ്യൂട്ടർ നോക്കും. ചാക്കുമ്മയുടെ പാരൻസ് എനിക്ക് ലഞ്ച് കൊണ്ടുവരും. അപ്പോൾ ലഞ്ചിൻ്റെ സമയത്ത് കാണാം. ചാക്കുമ്മയുടെ പാരൻസ് എനിക്ക് ഫുഡ് കൊണ്ടുവന്ന് നോക്കട്ടെ എന്താ പറയുന്നത്. ലസാനിയ, ചിക്കൻ, പൊട്ടാറ്റോ, ഇതെന്താ സാധനം അറിയാൻ വയ്യല്ലോ. ബീൻസാണ് സാധനം. വഴുതനങ്ങയാണ് തോന്നുന്നു. എവിടെ നിന്ന് തുടങ്ങാം? ഇവിടെ നിന്ന് തുടങ്ങാമല്ലേ. ഫുഡെല്ലാം ഗ്രിൽഡാണ്. പൊട്ടാറ്റോ റോസ്മെരിയും ഉപ്പും ഒലിവ് ഓയിലും ചേർത്ത് റോസ്റ്റ് ചെയ്തു. മറ്റേത് എഗ് പ്ലാന്റ് അല്ലായിരുന്നു, അത് ക്യാപ്സിക്കം ആയിരുന്നു. പിന്നെ ചിക്കനും ഗ്രില്ല് ചെയ്തത്, അതും റോസ്മെരിയും സോൾട്ടും ഒലിവ് ഓയിലും തന്നെ ചേർത്ത്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ടപ്പേന്ന് കഴിക്കട്ടെ. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞു. വീഡിയോ എല്ലാം കൂടെ എടുത്ത് എഡിറ്റ് ചെയ്ത് ഇപ്പം തന്നെ പോസ്റ്റ് ചെയ്തേക്കാം. അതാണ് നെക്സ്റ്റ് പരിപാടി. അതിനുശേഷം ഒറ്റ ഉറക്കം. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.